കോഴിക്കോട് താമരശ്ശേരി വിദ്യാർത്ഥി സംഘർഷത്തിൽ മുഹമ്മദ് ഷഹബാസിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. നഞ്ചക്ക് പോലെയുള്ള മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മുഹമ്മദ് ഷഹബാസിനെ വിദ്യാർത്ഥികൾ ആക്രമിച്ചത് നഞ്ചക്ക് കൊണ്ട് തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളുടെ വീട്ടിൽ പരിശോധന നടത്തിയെന്നും ഗൂഢാലോചനയിൽ മുതിർന്നവർക്ക് പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നുവെന്നും കോഴിക്കോട് റൂറൽ എസ്.പി. കെ ഇ ബൈജു അല്പനിമിഷങ്ങൾക്ക് മുമ്പ് 24-നോട് പറഞ്ഞു. പോലീസ് നമ്മൾ എല്ലാ പ്രതികളെ അറസ്റ്റ് ചെയ്തു. അവരെ പറഞ്ഞ ഈ പ്രതികളായിട്ട് നിൽക്കുന്ന ആളുകളെ 5 കുട്ടികളെ നമ്മൾ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തു. അവരുടെ വീടുകളിലൊക്കെ പോയി പേരൻസിനെ കൊണ്ടുവന്ന് അവസാനം അവരെ നമ്മള് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പ് ഹാജരാക്കി. തിരിച്ചയച്ചിട്ട് ഇന്ന് 11 മണിക്ക് ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സീരിയസ്നെസ് നമ്മൾ എപ്പോഴാ പറഞ്ഞതാണ്, ഈ കുട്ടി ക്രിട്ടിക്കലാണ് എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോഴും ഇന്ന് രാവിലെ 11 മണിക്ക് ഹാജരാകുമ്പോൾ ഇനി അടുത്ത നടപടി എടുക്കുമെന്ന് അറിയില്ല. പക്ഷെ ലോ പ്രകാരം അവര് ഈ പറഞ്ഞ കോൺഫ്ലിക്ട് വിത്ത് ലോ ആണല്ലോ, കുട്ടികളുമായിട്ടുള്ള ഇതാണല്ലോ. അപ്പൊ അതുകൊണ്ട് നടപടിക്രമം ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടികളുടെ തന്നെയാണ്. പിന്നെ ആ ഗ്രൂപ്പില് മുതിർന്ന ആളുകളുണ്ടോ, ആരെങ്കിലും അതിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പരിശോധിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കറിയാൻ നടപടി എടുക്കാൻ നോക്കും. ഇതുവരെ നമ്മൾ അനലൈസ് ചെയ്തതിനകത്ത് വേറെ ഈ കുട്ടികളുടെ ഗ്രൂപ്പിനകത്ത് മുതിർന്ന ആൾക്കാരൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. എന്തായാലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീ കെ ഇ ബൈജു പറയുന്നത് കേട്ടില്ലേ, അതായത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡുള്ള ഏജൻസികൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഒരു മാറ്റത്തിന് തയ്യാറാകേണ്ട സാഹചര്യമാണുള്ളത്. കാരണം ഈ പലപ്പോഴും ഈ കോടതി സംവിധാനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഈ വില്ലന്മാർ ഇരകൾക്ക് മുന്നിലൂടെ തലയുയർത്തി നടന്നു പോകുന്ന കാഴ്ച നമ്മൾ ഒരുപാട് ഇപ്പോൾ വലിയ വലിയ കോടതികളിലൊക്കെ പോകാൻ നിങ്ങൾക്കറിയാം, ഒരുപാട് സാമ്പത്തിക ചെലവുണ്ട്. വലിയ അഭിഭാഷകർക്ക് വലിയ ഫീസ് തന്നെ കൊടുക്കണം. അവരെയൊക്കെ സംഘടിപ്പിച്ച് ഈ കുറ്റവാളിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്ന് കരുതി സമീപിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും നിരാശയുണ്ടാക്കുന്ന അനുഭവങ്ങളുണ്ടാകും. പെട്ടെന്ന് ജാമ്യം കിട്ടി ഇവർ തിരിച്ചു പോരും. അപ്പോൾ അവർ കയ്യും വീശി ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ ഇത്രയും കാലം നമ്മുടെ പണവും നമ്മുടെ ജീവിതമൊക്കെ നമ്മൾ എന്തിനു പാഴാക്കിയെന്ന് ചില ആളുകൾ ചോദിച്ചു പോകും. ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഇന്നലെ തന്നെ തീർച്ചയായിട്ടും ഈ ഗുരുതരമായിട്ട് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മരണവുമായി മല്ലിടുന്ന വിദ്യാർത്ഥിയുടെ കാര്യം അറിഞ്ഞിരുന്നു എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്നിരുന്നാലും നിയമങ്ങൾ നൽകുന്ന പരിഗണനകൾ വെച്ച് ഈ കുട്ടികൾക്ക് പൂർണ്ണമായി, അതായത് പ്രതികളായ കുട്ടികൾക്ക് പൂർണ്ണമായി സംരക്ഷണം കൊടുക്കുമ്പോൾ ഇതിൽ ഇരയാക്കപ്പെട്ട രക്തസാക്ഷിയായി മാറിയ മരണത്തിന് മുന്നിൽ ഇന്നലെ രാത്രി 12:30 കീഴടങ്ങിയ കുട്ടിയോട് നീതി പുലർത്താനായോ എന്ന് ഇത്തരം നിയമ സംവിധാനങ്ങൾ ആലോചിക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. വിവരങ്ങളുമായി ദീപക് തരമണം തത്സമയം ചേരുന്നു. ദീപക്, സത്യത്തിൽ അത്യന്തം സങ്കടകരമായ കാര്യമാണ്. 11:30 മണിക്ക് ഈസിയായിട്ട് ഈ പ്രതികൾ വീട്ടിൽ പോകുന്നു. കുട്ടികളാണ് എന്നെങ്കിലും കുട്ടിത്തത്തെക്കാളും കൂടുതൽ വില്ലനിക് സ്വഭാവമാണ് ഇവരിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ 12:30 മണിക്ക് ഈ ഷഹബാസ് എന്ന് പറയുന്ന ഈ 15 വയസ്സുകാരൻ ഈ ലോകത്തോട് യാത്ര പറയുന്നു. ദീപക് തരമണം ചേരുന്നു, പറയും. എസ്.കെ.എൻ, ഇതിൽ കുട്ടികളാണ് എന്ന ഒരു പരിഗണനയും ഈ 5 പ്രതികൾ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരോടെല്ലാം സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ ശബ്ദത്തിൽ നിരാശയാണ്. വളരെ മികച്ച കുറ്റാന്വേഷണ പരിചയമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് റൂറൽ എസ്.പി. കെ ഇ ബൈജു. അദ്ദേഹം നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, ശബ്ദത്തിൻ്റെ ടോണിൽ ഒരു നിരാശ പ്രകടമാണ്. കാരണം പോലീസ് ഇന്നലെ രാത്രി തന്നെ, അതായത് ഒരു 307 കേസായി, ക്ഷമിക്കണം, ഈ കുട്ടി ഷഹബാസ് അത്യാസന്ന നിലയിൽ കിടക്കുമ്പോൾ തന്നെ 5 പ്രതികളെയും, അതായത് പോലീസിൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയ 5 പ്രതികളെയും അറസ്റ്റ് ചെയ്ത് അവരെ ചോദ്യം ചെയ്ത് നേരെ രക്ഷിതാക്കളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുൻപിൽ ഹാജരാക്കിയപ്പോൾ ഈ കുട്ടി അത്യാസന്ന നിലയിലാണ്, വെന്റിലേറ്ററിലാണ്, മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് രക്ഷിതാക്കൾക്കൊപ്പം വീട്ടിലേക്ക് കുട്ടികളെ വിട്ടയക്കുകയാണ് ചെയ്തത്. ഇന്ന് 11 മണിക്ക് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ ഈ പ്രതികൾ ഹാജരാകും. അവരെ കുട്ടികളെന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല, അവർ കൊലപാതക കേസിലെ പ്രതികളാണ്. ആ പ്രതികളുടെ കാര്യത്തിൽ എന്ത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് തീരുമാനമെടുക്കുമെന്ന് ഇന്ന് 11 മണിക്ക് ശേഷമേ അറിയുകയുള്ളൂ എന്നാണ് റൂറൽ എസ്.പി. കെ ഇ ബൈജു പറയുന്നത്. അതായത് പോലീസ് സംവിധാനം ഈ കാര്യത്തിൽ നിരാശരാകുന്നു എന്നുള്ളതാണ് ആ വാചകങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. എസ്.കെ.എൻ മാത്രവുമല്ല, ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു, ഇതിൽ മുതിർന്നവർ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ അത്തരം വിവരമില്ല. കാരണം ഈ വാട്സപ്പ് ചാറ്റുകളിലൊന്നും തന്നെ മുതിർന്നവരുടെ ശബ്ദമില്ല. പക്ഷേ ഒരു കുട്ടികൾക്ക് മാത്രമായി ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കടക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുകയാണ്. ഏതായാലും റൂറൽ പോലീസ് വളരെ ശക്തമായ രീതിയിൽ തന്നെ ഈ കേസിലെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് റൂറൽ എസ്.പി. കെ ഇ ബൈജു നമ്മളോട് പറഞ്ഞത്. എസ്.കെ.എൻ.